300 ഒരു 150+ അടിച്ചാൽ പോലും നമുക്ക് NIT കാലിക്കറ്റിൽ ഒരു സീറ്റ് എന്ന് പറയുന്നത് 100% ഷുവർ ആണ്. ചുമ്മാ ഒരു മോക്ക് ടെസ്റ്റ് ഞാൻ എഴുതില്ല എന്ന് നിങ്ങൾ ഉറച്ച തീരുമാനം എടുക്കാം. അത് പിന്നീട് അത്രയും തറവ്ലി നമ്മൾ ക്ലിയർ ആക്കിയിരിക്കണം. 6 to 8 hours സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ വീട്ടുകാരുടെ ഒക്കെ മുന്നിൽ ബീങ് IITN ഓർ NITN എന്നുള്ള രീതിക്ക് ഈ ഒരു എക്സാം മാത്രമാണ് അതിനുള്ള കടമ്പ. ഹലോ ഡിയേഴ്സ്, ഐ ആം ഷാഫി, ബിടെക് സ്റ്റുഡൻറ്റ് അറ്റ് NIT കാലിക്കറ്റ്. സോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ അവസാന ലാപ്പിലൂടെ കടന്നു പോയ ഒരാളായിരുന്നു ഞാൻ. അതായത് നമ്മളൊരു മാരത്തോൺ റൺ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫൈനൽ പാർട്ട്, അതായത് ഏതാണ്ട് ഒരു 15 to 20 days മാത്രമേ ഇനി ബാക്കിയുള്ളൂ. സോ അതിൻ്റെ ഒരു ഫൈനൽ സ്പ്രിൻറ്റിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൽ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേതായിട്ട് റിവിഷൻ, വേറൊന്ന് മോക്ക് ടെസ്റ്റ്, വേറൊന്ന് നമ്മുടെ ഹെൽത്തും അതോടൊപ്പം തന്നെ സ്ട്രെസ് മാനേജ്മെന്റ്. ഫസ്റ്റ് നമ്മുടെ റിവിഷൻ പാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം നമ്മുടെ റിവിഷൻ ഏതൊക്കെ. അതായത് നോർമലി JEE സ്റ്റുഡൻസിനൊക്കെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രി, ഫിസിക്സ്, ദെൻ മാത്സ് എന്നുള്ള രീതിക്കാണ് നോർമലി പറയാറുള്ളത്. സോ നമുക്ക് എളുപ്പം ഏതാണോ അതിനെ നമ്മൾ നന്നായി പ്രയോറിറ്റൈസ് ചെയ്ത് മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഏതാണ്ട് 300ഓളം മാർക്കിൽ നടക്കുന്ന എക്സാമാണ് JEE മെയിൻസ്. സോ 300 ഒരു 150+ അടിച്ചാൽ പോലും നമുക്ക് NIT കാലിക്കറ്റിൽ ഒരു സീറ്റ് എന്ന് പറയുന്നത് 100% ഷുവർ ആണ്. സോ നമ്മൾ നമ്മുടെ റിവിഷനെ പ്രയോറിറ്റൈസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഡെയിലി റിവിഷൻ ഈസ് മാൻഡേറ്ററി. ഇനിയുള്ള ദിവസങ്ങളിൽ ഡെയിലി ഒരു 15 to 20 minutes ഒരു ചാപ്റ്ററിനെ വെച്ചിട്ട് നമ്മൾ റിവൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ ഒരു 2 hour അല്ലെങ്കിൽ ഒരു 3 hour നമ്മൾ ഇട്ടാൽ തന്നെ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് നമുക്ക് അതിൽ കാണാൻ പറ്റുക. ഇപ്പോൾ ഇൻ കേസ് ഓഫ് കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് അധികം തിയറീസ് ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് അധികം ടൈം എടുക്കാം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഫിസിക്സ് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു മാത്സിലാകുമ്പോൾ ജസ്റ്റ് ഫോർമുലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിൽ നിന്ന് നമ്മൾ ചെയ്തെടുത്ത ക്വസ്റ്റ്യൻസുകൾ വെച്ചിട്ട് നമ്മൾ ഓർത്തെടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ വെൻ ഇറ്റ് കംസ് ടു ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫിസിക്സിലെ ഇക്വേഷൻസും സാധനങ്ങളും തന്നെയാണ് നോർമലി ഉണ്ടാവുക. എന്നാൽ ചിലയിടത്ത് ചിലപ്പോൾ തിയറികൾ വന്നേക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ചുമ്മാ ഒരു മോക്ക് ടെസ്റ്റ് ഞാൻ എഴുതില്ല എന്ന് നിങ്ങൾ ഉറച്ച തീരുമാനം എടുക്കാം. ഞാൻ എഴുതിയ എല്ലാ മോക്ക് ടെസ്റ്റുകളും ഞാൻ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിരിക്കും. അതിലത്തെ ഓരോ മിസ്റ്റേക്കും ഇനി എൻ്റെ JEE മെയിൻസ് എക്സാമിന് വരികയാണെങ്കിൽ ആ മിസ്റ്റേക്ക് ഒരു കാരണവശാലും ഞാൻ ആവർത്തിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കണം. കാരണം നിങ്ങൾ ഇന്ന് വരുത്തുന്ന മിസ്റ്റേക്ക് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നാളുകളിൽ വരുത്തുന്ന മിസ്റ്റേക്കും. സോ ആ മിസ്റ്റേക്ക് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് എവിടെയാണോ നിങ്ങൾക്ക് തിയറി തെറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ ചെറുതായിട്ട് കൺഫ്യൂസ്ഡ് ആയി പോയിട്ടുള്ളത്, ആ കൺഫ്യൂസ്ഡ് ആയ പോർഷൻ നിങ്ങൾ എടുക്കുക. അതായത് വെൻ കംസ് ടു മൈ കേസ്, എൻ്റെ കേസിൽ വരികയാണെങ്കിൽ ഞാൻ കെമിസ്ട്രിയിൽ ഒരു D&F ബ്ലോക്ക് എലമെന്റ്സിൽ V2O4ഉം അതുപോലെ തന്നെ V2O5ഉം ആസിഡിലേക്ക് ഇട്ടാൽ എന്താണെന്നുള്ളത് ഒരു വട്ടം കൺഫ്യൂസ്ഡ് ആയി. പക്ഷെ എനിക്ക് ഇന്നും അറിയാം, അതായത് V2O5 നമ്മൾ ആസിഡിലേക്ക് ഇട്ടാൽ VO4+ഉം അതോടൊപ്പം തന്നെ V2O4 ആണ് നമ്മൾ ആസിഡിലേക്ക് ഇടുന്നതെങ്കിൽ VO+1 ഉണ്ടാവുക എന്നുള്ളത്. സോ അത് രീതിക്ക് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും. നമ്മുടെ മോക്ക് എക്സാമിലോ മറ്റോ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അത്രയും തറവ്ലി നമ്മൾ ക്ലിയർ ആക്കിയിരിക്കണം. എന്നാലേ നമുക്ക് മോക്ക് ടെസ്റ്റിന്റെ ബെനിഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തെ കേസിലേക്ക് വരികയാണെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് ഹെൽത്തേക്ക് പോവുകയാണെങ്കിൽ ഇഫ് യു ആർ പ്രിപ്പയറിംഗ് വെൽ, സ്ട്രെസ് വിൽ ബി ദെയർ. ഇറ്റ് ഈസ് എ കോമൺ ഫോർ എവറി ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ സ്ട്രെസ് ഉണ്ടാവും, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, ഓവർ പാനിക് ആവാതെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നഷ്ടപ്പെടാവുന്ന രീതിക്ക് ആവരുത് നമ്മുടെ സ്ട്രെസ്. നമ്മൾ ഒരു ഒപ്റ്റിമം സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ഒരു രീതിക്ക് മാക്സിമം പ്രിപ്പയർ ചെയ്യാൻ വേണ്ട സ്ട്രെസ് ആക്കി മാറ്റുക. പിന്നെ ഹെൽത്തിൻ്റെ കേസിൽ വരികയാണെങ്കിൽ ലാസ്റ്റ് ഡേയ്സിൽ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. പ്രത്യേകിച്ച് ലാസ്റ്റത്തെ 10 days നമ്മൾ നന്നായി വെള്ളം കുടിക്കുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ജങ്ക് ഫുഡ്സും സാധനങ്ങളൊക്കെ ഒഴിവാക്കി ഹെൽത്തി ഫുഡ്സ് മാത്രം കഴിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ലീപ്പൊക്കെ ഒരു 6 to 8 hours സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഓവറായിട്ട് പാനിക് ആവാതിരിക്കുക. സോ ഇനിയുള്ള ദിവസങ്ങളിൽ 14-16 മണിക്കൂറുകളൊക്കെ പഠിക്കുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ബേൺ ഔട്ട് ആവും. ചിലപ്പോൾ സ്പിരിറ്റ് ലോ ആയതുപോലെ തോന്നും. അപ്പം ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ക്ലോസ് യുവർ ഐസ് ആൻഡ് ജസ്റ്റ് ഇമാജിൻ, നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ വീട്ടുകാരുടെ ഒക്കെ മുന്നിൽ ബീങ് IITN ഓർ NITN എന്നുള്ള രീതിക്ക് ഈ ഒരു എക്സാം മാത്രമാണ് അതിനുള്ള കടമ്പ. ആ കടമ്പ ക്രോസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ മുന്നിൽ ഒരു അഡ്രസ്സ് നിങ്ങൾ NITN അല്ലെങ്കിൽ IITN എന്നുള്ള രീതിക്ക് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 4 വർഷം ഉണ്ടാകാൻ പോകുന്ന ഇനിയുള്ള ലൈഫ്, ഒബ്വിയസ്ലി ഇറ്റ് ഈസ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അടിപൊളി 4 വർഷങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. സോ അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവാം. ഓൾ ദ ബെസ്റ്റ് ഗൈസ്.